ന്യൂസ് അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ലാസ്റ്റ് നടന്ന HSST എക്സാമിന് ചോദിച്ച കുറച്ച് PYQs ഡിസ്കഷൻ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പൊ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഒരുപാട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ കൂടെ തന്നെ കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എങ്ങനെയാണ് റാങ്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം നെഗറ്റീവ് വരുത്താതെ ഇരിക്കുക എന്നുള്ളതാണ്. നെഗറ്റീവ് വരുത്താതെ ഇരിക്കാനായിട്ട് നമ്മൾ പഠിക്കുന്ന ഭാഗം വളരെ വ്യക്തതയും അവിടെ നിന്ന് എന്ത് ചോദിച്ചാലും കൃത്യമായിട്ട് ഉത്തരം ചെയ്യാൻ പാകത്തിനൊരു പ്രിപ്പറേഷൻ ആണ് വേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. The boiling point of a normal liquid is 85 degrees Celsius. Its molar enthalpy of vaporization is dash if its molar enthalpy of vaporization is 21 calorie per mole. അപ്പോൾ മോളാർ എൻതാൽപ്പി തന്നിട്ടുണ്ട്, ബോയിലിംഗ് പോയിന്റ് തന്നിട്ടുണ്ട്. ബോയിലിംഗ് പോയിന്റ് 85 ഡിഗ്രി സെൽഷ്യസ് ആണ് തന്നിട്ടുണ്ട്. മോളാർ എൻട്രോപ്പി ഡെൽറ്റ എസ് വേപ്പറൈസേഷൻ തന്നിട്ടുണ്ട്. 21 കാലോറി പെർ മോൾ ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡെൽറ്റ എച്ച് വി പി കാണാനായിട്ടാണ്, മോളാർ എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ കാണാനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാവും, ഇതൊരു +2 ലെവൽ ചോദ്യമാണ്, അല്ലാതെ ഒരു PG ലെവലോ അത്തരത്തിലൊന്നുമുള്ള ചോദ്യത്തിലേക്ക് ഇത് പോയിട്ടില്ല. ജസ്റ്റ് ഒരു +2 ലെവൽ ചോദ്യമാണ്. നമുക്ക് അതിനറിയേണ്ടത് എന്താണ്? ഡെൽറ്റ എസ് വേപ്പറൈസേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് വേപ്പറൈസേഷൻ, അതായത് മോളാർ എൻട്രോപ്പി ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് എൻതാൽപ്പി ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചർ ബോയിലിംഗ് പോയിന്റ് ആണ് എന്നുള്ള പോയിന്റ് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതിയാവും. പിന്നെ അറിയേണ്ട ഒരു കാര്യം എന്താണ്? ഡിഗ്രി സെൽഷ്യസിൽ തന്നിരിക്കുന്ന 85 ഡിഗ്രി എന്ന് പറയുന്നത് കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യണം. ദാറ്റ് ഈസ് 273 പ്ലസ് 85, അതായത് 358 കെൽവിൻ ആണ്. സോ ഡെൽറ്റ എച്ച് വേപ്പറൈസേഷൻ കാണാൻ ഡെൽറ്റ എസ് ഇൻറ്റു ബോയിലിംഗ് പോയിന്റ് മതിയാവും. ബോയിലിംഗ് പോയിന്റ് 358 ഇൻറ്റു കലോറിയിലാണ് ഡെൽറ്റ എസ് തന്നിരിക്കുന്നത്, ഇൻറ്റു 21, ദാറ്റ് ഈസ് ഈക്വൽ ടു 7518 കലോറി പെർ മോൾ എന്നുള്ളതാണ്. ഓക്കെ, 7518 കലോറി പെർ മോൾ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ കൃത്യമായിട്ട് അറിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും പെട്ടെന്ന് തന്നെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓപ്ഷൻ ഡി 7518 എന്നുള്ളതാണ് നമ്മളുടെ കറക്റ്റ് ഉത്തരം. ഓക്കെ, മോളാർ എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ, മോളാർ എൻട്രോപ്പി ഓഫ് വേപ്പറൈസേഷൻ തന്നു, എൻതാൽപ്പി കാണാനായിരുന്നു ചോദ്യം. അപ്പൊ ഇത്തരത്തിലൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ചോദിക്കും. അപ്പോൾ ഫിസിക്കൽ കെമിസ്ട്രിയിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയാസ് ആണ് തെർമോഡൈനാമിക്സും കെമിക്കൽ ഇക്വിലിബ്രിയം. അതിന് പ്രധാനമായിട്ടും നിങ്ങൾ നന്നായിട്ട് പഠിക്കേണ്ട ഒരു സെക്ഷൻ എന്ന് പറയുന്നത് +1 +2 ടെക്സ്റ്റ് ബുക്ക് ആണ്. അതിൽ കൃത്യമായിട്ട് ഈ പറഞ്ഞ ഫോർമുലാസ് എല്ലാം അറിയാമെങ്കിൽ ഇത്തരത്തിൽ വരുന്ന ചോദ്യങ്ങളെല്ലാം നമുക്ക് സുഖമായിട്ട് അറ്റൻഡ് ചെയ്യാം. അടുത്തത് നമ്പർ ഓഫ് ലോൺ പെയേഴ്സ് ഇൻ XCF2, then XCF4, XCF6, XCO4 ആണ്. നമുക്ക് VSEPR തിയറിയുടെ ആപ്ലിക്കേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഷോർട്ട് കട്ട് ഉണ്ട് ലോൺ പെയേഴ്സ് കാണാനായിട്ട്. ടോട്ടൽ ഇലക്ട്രോൺ പെയർ കാണാൻ ഹാഫ് ഇൻറ്റു സെൻട്രൽ മെറ്റൽ ആയിട്ടുള്ള ആറ്റത്തിന്റെ വാലൻസ് ഇലക്ട്രോൺ പ്ലസ് സറൗണ്ടിങ് ആയിട്ടുള്ള മോണോവാലന്റ് എന്ന് വെച്ചാൽ ഡബിൾ ബോണ്ട് കൊണ്ട് മാത്രം കണക്ട് ചെയ്തിരിക്കുന്ന ലിഗാൻസ് ഉണ്ടോ? ഡബിൾ ബോണ്ട് അല്ല, സിംഗിൾ ബോണ്ട് കൊണ്ട് മാത്രം കണക്ട് ചെയ്തിരിക്കുന്ന ലിഗാൻസ് എത്ര ഉണ്ടോ അത്രേന്റെ എണ്ണം എടുക്കുക. സെൻട്രൽ മെറ്റലിന്റെ എന്താണ് കൗണ്ട് കൊടുക്കുക, വാലൻസ് ഇലക്ട്രോൺ കൗണ്ട് എടുക്കുക. അപ്പൊ ഇവിടെ XCF2 ആണ്. അതിൽ XC എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു നോബിൾ ഗ്യാസ് ആണ് അല്ലെ. അപ്പൊ അതിൽ 8 ആണ് അതിന്റെ സെൻട്രൽ മെറ്റല്. ചുറ്റും എത്ര F ആണ്? 2 F ആണ്. നിങ്ങൾക്കറിയാം XCF ഇങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉപയോഗിക്കുന്നില്ല. സോ ഹാഫ് ഇൻറ്റു 8 പ്ലസ് സറൗണ്ടിങ് ആയിട്ടുള്ള മോണോവാലന്റ് 2 ഫ്ലൂറിൻ 10/2 5. ഇനി ആ XCF2
രണ്ടെണ്ണം ആ എക്സിലെ ചുറ്റും 2 എഫ് കണക്റ്റഡ് ആണ്. സോ 5ല് 2 ഇലക്ട്രോൺ ബോണ്ട് പെയറിങ്ങിന് പോകുന്നു. മിച്ചം 3 ബോണ്ടിങ്ങിൽ പങ്കെടുക്കാതെ ലോൺ പെയർ ആയിട്ട് നിൽക്കുന്നത്. ഓപ്ഷൻ എ വരെ. അതായത് XeF2ല് എത്ര ലോൺ പെയർ ഉണ്ട്? 3 ഉണ്ട്. അടുത്തത് XeF4 ആണ്. അവിടെ സെൻട്രൽ മെറ്റലായ സെനോൺ, അവിടെ വാലൻസ് ഇലക്ട്രോൺ 8 പ്ലസ് ചുറ്റും 4 മോണോ വാലൻസ് ഫ്ലൂറിൻ. സോ 12/2 അപ്പൊ എത്ര വന്നു? 6. 6ൽ 4 ഫ്ലൂറിന് ബോണ്ട് ചെയ്യാൻ ഉപയോഗിച്ചു. സോ മിച്ചം 4 ബോണ്ട് പെയറും 2 ലോൺ പെയറും. ദെൻ XeF6 വന്നു. അവിടെ ഹാഫ് സെനോൺ ഒരു 18 ഗ്രൂപ്പ് എലമെന്റ് ആണ്. വാലൻസ് ഇലക്ട്രോൺ 8 ആണ്. സ്റ്റേബിൾ ഒക്ടറ്റ് ആണ്. പ്ലസ് 6 ഫ്ലൂറിൻ 9, 10, 11, 14/2 7 വന്നു. അതിൽ 6 ബോണ്ട് പെയറിങ്ങിന് ഉപയോഗിച്ചു. ശിഷ്ടം 1 ലോൺ പെയറിന് പോകും. ദെൻ അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കുക, XeO4 ആണ്. അവിടെ ഹാഫ് ഇൻറ്റു സെൻട്രൽ മെറ്റലായ സെനോണിന്റെ 8 പ്ലസ് 4 ഓക്സിജനെ കൂട്ടില്ല. കാരണം ഓക്സിജൻ എങ്ങനെയാണ്? ഡബിൾ ബോണ്ടഡ് ആയിട്ടാണ് എപ്പോഴും നിൽക്കുന്നത് അല്ലെ? ഡൈവാലന്റ് ആണ്. അപ്പോൾ അവിടെ കൂട്ടില്ല, ഇക്വേഷനിലേക്ക് കൂട്ടില്ല. സെൻട്രൽ മെറ്റലിനെ മാത്രം എടുക്കുന്നു. ഹാഫ് ഇൻറ്റു 8 4. അതില് 4ഉം ആ 4 ഇലക്ട്രോൺ പെയർ എടുക്കുമ്പോൾ സെനോണിന് ചുറ്റും എത്ര ഓക്സിജൻ ഉണ്ട്? 4 ഉണ്ട്. ആ 4 ബോണ്ടിങ്ങിന് തന്നെ ഉപയോഗിക്കുന്നു. ലോൺ പെയർ എന്ന് പറയുന്നത് 0 ലോൺ പെയർ ആണ്. ഓക്കെ, അപ്പൊ 3, 2, 1, 0 ആണ് ആൻസർ. അപ്പൊ ഇതിനകത്ത് BSCPR തിയറി ഒരു പരീക്ഷ പോലും BSCPR തിയറി ഇല്ലാതെ വന്നിട്ടില്ല. ഒന്നെങ്കിൽ ഷേപ്പ് കണ്ടുപിടിക്കാൻ ചോദിക്കും, ബോണ്ട് പെയർ കണ്ടുപിടിക്കാൻ ചോദിക്കും, ലോൺ പെയർ കണ്ടുപിടിക്കാൻ ചോദിക്കും, ടോട്ടൽ ഇലക്ട്രോൺ പെയർ കണ്ടുപിടിക്കാൻ ചോദിക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഇൻ ദ സ്ട്രക്ചർ ഓഫ് S4N4 all the SN distance are found to be equal. എന്തുകൊണ്ടാണെന്നുള്ളത്. ഈ ഡിസ്റ്റൻസുകൾ ഈക്വൽ ആവുമ്പോഴൊക്കെ നമ്മൾ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്ന ആരെയാണ്? ബെൻസീനെയാണ്. ബെൻസീന്റെ എല്ലാ CC ഡിസ്റ്റൻസും എന്താണ്? ഈക്വൽ ആണ്. അതിന്റെ റീസൺ 6 പൈ ഇലക്ട്രോൺസിന്റെ ഡീലോക്കലൈസേഷൻ ആണ്. അവിടെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും എല്ലാം എന്താണ്? നമ്മളുടെ P ഓർബിറ്റലുകളാണ്. കാരണം എല്ലാം ആരാണ്? കാർബൺ ആണ്. പക്ഷെ ഇവിടെ എന്താണ്? SN ഡിസ്റ്റൻസ് ഈക്വൽ ആണ്. അതെല്ലാം നമുക്ക് സമ്മതിക്കാം. ഏകദേശം 1.62 ആങ്സ്ട്രം വരും. ഈ എസും നോൺ ബോണ്ടഡ് ആയിട്ട് ടൈപ്പ് വരുന്ന ഒരു വീക്കൻ ഇന്ററാക്ഷൻസും വരുന്നുണ്ട്. അപ്പം ഈ ഒരു SN ഡിസ്റ്റൻസ് എല്ലാം ഈക്വൽ ആവാൻ കാരണം ഇവിടെയും എന്ത് തന്നെയാണ്? ഡീലോക്കലൈസേഷൻ തന്നെയാണ്. പക്ഷെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഓർബിറ്റലുകൾ ഏതാണെന്നാണ്. ഇവിടെ എസും ഉണ്ട്, എന്നും ഉണ്ട്. സോ ഒരു സിമ്പിൾ ലോജിക്ക് മതി. സൾഫറിൽ d-π ഓർബിറ്റൽസ് ഉണ്ട്, നൈട്രജനിൽ p-π ഓർബിറ്റൽസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നൈട്രജന്റെ p-π ഓർബിറ്റലും സൾഫറിന്റെ d-π ഓർബിറ്റലും തമ്മിലുള്ള ഡീലോക്കലൈസേഷൻ കാരണമാണ്. അപ്പൊ ഇവിടെ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിന്റെ പ്രാധാന്യം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ റഫറൻസ്. ഇത് സൾഫർ നൈട്രജൻ കോമ്പൗണ്ട് എന്ന് സിലബസിൽ ഉണ്ടായിരുന്നു. ഇതിനു വേണ്ടി നിങ്ങൾ റെഫർ ചെയ്യേണ്ട ടെക്സ്റ്റ് ഹ്യൂഹിയാണ്. ഈ ഹ്യൂഹിയിൽ ഈ സെന്റൻസ് ആസ് സച്ച് നിങ്ങൾ വേണമെങ്കിൽ ഇപ്പൊ തന്നെ എടുത്ത് നോക്കിക്കോ. ഹ്യൂഹിയിൽ സൾഫർ നൈട്രജൻ കോമ്പൗണ്ട്സ് എന്ന സെക്ഷനിൽ പോളിതയാസിലും ഈ പറഞ്ഞ S4N4 ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഏരിയയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ SN ഡിസ്റ്റൻസ് എല്ലാം തന്നെ ഈക്വൽ ആണ്. ഇതിന്റെ റീസൺ സഹിതം ആസ് സച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു സിലബസ് പ്രകാരം കൃത്യമായിട്ട് റെഫറൻസ് നോക്കി പഠിച്ച് നമുക്ക് ഉത്തരം ആൻസർ ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. അപ്പൊ അതിനുവേണ്ടി പറഞ്ഞതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് സൾഫർ നൈട്രജൻ കോമ്പൗണ്ട്. ഇനി ഇതിന്റെ റിലേറ്റഡ് ആയിട്ട് പോളിതയാസിലൊക്കെ ഉണ്ട്. നമ്മുടെ റെഗുലർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ റെഫറൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുക. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, 7 bromo 135 heptatriene gives A plus Br minus, then which among the following statement is correct for? അപ്പൊ ഇവിടെ നമുക്ക് ഹെപ്റ്റാട്രൈൻ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി എത്തുന്ന ഒരാളുണ്ട്, ട്രോപ്പീലിയം അല്ലെ? അപ്പൊ ആക്ച്വലി ഒരു കാറ്റോണും ബ്രോമിൻ Br മൈനസും ആണ് തരുന്നത്. അതായത് ട്രോപ്പീലിയം എന്ന് പറയുന്നത് C7H7 പ്ലസ്. അപ്പോൾ C7H7 പ്ലസ് നമുക്കൊന്ന് വരയ്ക്കാം. ഹെപ്റ്റാട്രൈൻ, ഹെപ്റ്റ എന്ന് വെച്ചാൽ 7. അപ്പൊ ഒന്ന്, 2, 3, 4,
5 6 7 1 2 അല്ലേ? ഇതാണ് നമ്മളുടെ ഹെപ്റ്റാട്രൈനൈൽ അയോൺ കാറ്റോൺ 135 ഹെപ്റ്റ 1 3 5 അതാണ് 135 ട്രൈ. നോക്കിക്കേ, പൈ ബോൺ സിഗ്മ ബോൺ, പൈ ബോൺ സിഗ്മ ബോൺ പോസിറ്റീവ്, സിഗ്മ ബോൺ പൈ ബോൺ സിഗ്മ ബോൺ. എന്തുണ്ട്? ഓൾട്ടർനേറ്റ് ആയിട്ട് ഈ പറഞ്ഞ കോഞ്ചുഗേഷൻ വന്നിട്ടുണ്ട്. എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 3 പൈ പെയർസ് ഉണ്ട്. അതായത് 6 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. 6 പൈ ഇലക്ട്രോൺസ് വന്നാൽ 4n+2 ഒബേ ചെയ്യും. ഹക്കൽ റൂള് ഒബേ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോ എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, ഈ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതിനകത്ത് കറക്റ്റ് എന്താണ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരുമ്പോഴത്തേക്കും അപ്പൊ നമുക്കറിയാം ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ 135 ഹെപ്റ്റാട്രൈനിൽ നിന്ന് ട്രൊപ്പീലിയത്തിലേക്ക് നമുക്ക് എത്തിക്കഴിഞ്ഞാൽ ആൻസർ എളുപ്പമായിട്ട് കിട്ടും. പിന്നെ അവിടെ നമുക്ക് ഈ ഒരു കോഞ്ചുഗേഷൻ നമ്മൾ ഈ പ്ലസ് എടുക്കാതെ എങ്ങാനും നമുക്ക് മിസ്റ്റേക്ക് സംഭവിച്ചാലോ ഉള്ള പ്രശ്നമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇത് കൃത്യമായിട്ട് ഉത്തരം പെട്ടെന്ന് കിട്ടും. അപ്പൊ ഈ ഒരു എക്സാമിലെല്ലാം ഡയറക്റ്റ് ആയിട്ട് നോമൻക്ലേച്ചർ ആസച്ച് ഒക്കെ ചോദിക്കുമായിരുന്നു. അപ്പൊ അത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഈ പറഞ്ഞ 135 ഹെപ്റ്റാട്രൈനിൽ നമ്മൾ ആ പേര് കൊടുക്കുമ്പോൾ 1ന്റെ അവിടെയാണ് ആദ്യത്തെ ഡബിൾ ബോണ്ട്, പിന്നെ 3ലാണ്, പിന്നെ 5ലാണ്, അങ്ങനത്തെ കോൺസെപ്റ്റുകളൊക്കെ ഓർക്കുക. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന കാറ്റോൺ എന്ന് പറയുന്നത് ഒരു അരോമാറ്റിക് കോമ്പൗണ്ട് ആണ്. കാരണം കോഞ്ചുഗേഷൻ ഉണ്ട്, പ്ലനാർ ആണ്. Then tropylium is the famous aromatic ion ആണ്. So option B, an aromatic compound with 6 pi electron. അപ്പൊ ഇത്തരത്തിലൊക്കെയുള്ള ചോദ്യങ്ങൾ വരും. അപ്പൊ ഓർഗാനിക്കിൽ നിന്നാണേലും ഇങ്ങനത്തെ ഡയറക്റ്റ് ചോദ്യങ്ങൾ, അതായത് കുറച്ചൊന്നും ട്വിസ്റ്റിംഗ് ആയിരിക്കും, പക്ഷെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. അങ്ങനത്തെ ഒക്കെ ചോദ്യം വരും. അപ്പൊ പ്രിപ്പറേഷനിൽ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട്. വൺസ് നമുക്ക് റെഗുലർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് തന്നെ നമുക്ക് കൊണ്ടുപോകാം. പക്ഷെ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു എഫേർട്ടിൽ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ, നമുക്ക് തെറ്റു വരാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക. അടുത്തത് കാൽക്കുലേറ്റ് ദ ഫ്രീ എനർജി ചേഞ്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. അതും ഈ പറഞ്ഞ പോലെ ഒരു PG ലെവൽ ഒന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ഫ്രീ എനർജി ചേഞ്ച് ഡ്യൂറിങ് ഐസോതെർമൽ റിവേഴ്സിബിൾ എക്സ്പാൻഷൻ ആണ് നമുക്ക് അറിയേണ്ടത്. ഡെൽറ്റ G ഈക്വൽ -nRT ln V2 by V1 ആണ്. ഇവിടെ n എന്ന് പറയുന്ന 1 മോൾ ആണ്. നോക്കുക, കലോറിയിലാണ് നമുക്ക് ഉത്തരം കിട്ടിയിരിക്കുന്നത്. സോ R എടുക്കേണ്ടത് ശ്രദ്ധിക്കണം. 1.987 കലോറി പെർ മോൾ പെർ കെൽവിൻ. അവിടേക്കാണ് നമ്മുടെ ആൻസർ തെറ്റിപ്പോവാൻ സാധ്യതയുള്ളത്. ടെമ്പറേച്ചർ 300 കെൽവിൻ തന്നിട്ടുണ്ട്. V2 എന്ന് പറയുന്നത് 250ഉം V1 എന്ന് പറയുന്നത് 25 ലിറ്ററുമാണ്. അപ്പൊ നമുക്ക് ഡെൽറ്റ G കണ്ടുപിടിക്കാം. -1 × 1.987 × 300 × ln 250/25. ln മാറ്റാൻ ലോഗ് ആക്കാൻ -1 × 1.987 × 300 × 2.303 × log V2/V1 250/25 എല്ലാം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് -1382 കാലോറീസ് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്കതിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് ഫിസിക്കൽ കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് തെറ്റാൻ സാധ്യതയുള്ളതെന്ന് വെച്ചാൽ ഈ R വാല്യൂ ചൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നം നമുക്ക് വരും. ദെൻ ഈ സയൻസ് നമുക്കൊരു പ്രശ്നം വരും. ഇനി V2/V1 ആണോ V1/V2 ആണോ, അങ്ങനത്തെയൊക്കെ ഒരു ഡൗട്ടുകൾ വരും. അപ്പൊ അത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് കൃത്യമായിട്ട് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യുക. നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ തന്നെ +1 +2 ടെക്സ്റ്റിലെ ഈ കുറച്ച് ഏരിയാസ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ അങ്ങ് നല്ല രീതിയിൽ റെഫർ ചെയ്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും. ഇതിൽ നിന്നൊക്കെ എപ്പോഴും ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഈ തെർമോഡൈനാമിക്സിൽ നിന്നൊക്കെ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ അയോണിക് കണ്ടക്ടൻസ് ഓഫ് ആൽക്കലി മെറ്റൽ ഫോളോസ് ദ ഓർഡർ. അപ്പൊ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഇത് വരുമ്പോൾ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് മെഡിക്കൽ എൻട്രൻസിന്റെ കാലം തൊട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും? മെറ്റൽ ആറ്റത്തിന്റെ സൈസ് കുറയുമ്പോൾ നല്ല രീതിയിൽ അവർക്ക് മൊബിലിറ്റി ഉണ്ടാവും. സോ അയാളായിരിക്കും ഏറ്റവും നന്നായിട്ട് കണ്ടക്ടൻസ് ചെയ്യുന്നതെന്ന് വിചാരിക്കും. അതായത് കണ്ടക്ടൻസ്, മൊബിലിറ്റി ഓഫ് അയണ്
ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. പക്ഷെ ഇവിടെ ലിഥിയം, ഹായ് ലില്ലി, നമ്മുടെ കുട്ടി, റൂബി, CC ഇത്രയും മതി. ലില്ലി ഉണ്ട്, ലിഥിയം ഉണ്ട്, സോഡിയം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, റുബിഡിയം ഉണ്ട്, സീഷ്യം ഉണ്ട്. ഓഫ് കോഴ്സ് ലിഥിയം ആണ് ചെറുത്. അപ്പൊ നമ്മൾ വിചാരിക്കും അയാൾക്കാണ് കണ്ടക്ടൻസ് കൂടുതൽ. പക്ഷെ ഇയാൾ ഇങ്ങനെ ചെറുതായതുകൊണ്ട് ഇയാളുടെ ചുറ്റും ഉണ്ടല്ലോ ഹൈഡ്രേറ്റഡ് ആയിരിക്കും. സോൾവെന്റ്സ് ഇങ്ങനെ വന്ന് നിൽക്കും. വളരെ ഹെവിലി ഹൈഡ്രേറ്റഡ് ആയിരിക്കും. അപ്പോൾ സീഷ്യം ഏറ്റവും ഹെവി ആണെന്ന് വിചാരിക്കുന്ന ആളുടെ ചുറ്റും സോൾവെന്റ്സ് വന്ന് നിൽക്കില്ല. അപ്പൊ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ സീഷ്യം ചെറുതും ലിഥിയം ഹെവിലി ഹൈഡ്രേറ്റഡുമാണ്. അതുകൊണ്ട് സീഷ്യം ആയിരിക്കും നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യുന്നത്. അതിനുശേഷം റുബീഡിയം, ദെൻ പൊട്ടാസ്യം, അതിനുശേഷം സോഡിയം, അതിനുശേഷമേ ലിഥിയം വരത്തുള്ളൂ. ഇത് +1 മെഡിക്കൽ എൻട്രൻസ് തൊട്ടുള്ള ഒരു ചോദ്യമാണ്. പലർക്കും തെറ്റിപ്പോകുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഇങ്ങനത്തെ ബേസിക് കോൺസെപ്റ്റ് വരെ ചോദ്യമായിട്ട് നമുക്ക് വന്ന് കാണുന്നുണ്ട്. നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് കോൺസെപ്റ്റ് മനസ്സിലാക്കി മാക്സിമം MCQs വർക്ക്ഔട്ട് ചെയ്തുകൊണ്ട് തന്നെ പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോകണം. ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ MCQs വർക്ക്ഔട്ട് ചെയ്ത് പോകാമെന്നല്ല, അന്നേരം തന്നെ MCQs വർക്ക്ഔട്ട് ചെയ്ത് പോയാൽ നമുക്ക് ആ ഒരു എങ്ങനെയൊക്കെ ചോദ്യം വരാം, നമ്മളുടെ തെറ്റുകുറ്റങ്ങൾ എവിടെയാണ്, നമ്മൾ എവിടെയാണ് ശ്രദ്ധിക്കാതെ പോകുന്നത്, നമുക്ക് എവിടെയാണ് തെറ്റ് വരുന്നത് എന്നുള്ളത് നമുക്ക് തുടക്കത്തിലേ മനസ്സിലാക്കാനേ പറ്റും. അതുകൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് പോവുക. ഓക്കെ, താങ്ക് യു.